എങ്ങനെയുള്ള സ്നേഹമാണ് ഫെയിൽഡായി പോകുന്നത്? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം ഫെയിൽഡായി പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതായത് നമ്മളുടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ പ്രൊഫഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, കരിയറിനെ പറ്റി ചിന്തിക്കുന്നില്ല, നമ്മുടെ ബോഡിയെ പറ്റി ചിന്തിക്കുന്നില്ല, നമ്മുടെ മനസ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല, നമ്മുടെ ഒരു ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. അത് നല്ല രീതിയിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പകരം നമ്മുടെ സമയം മുഴുവൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്നേഹങ്ങളാണ് ഫെയിൽഡായി പോകുന്നത്. അതായത് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നില്ല, നമ്മൾ നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മളോട് തന്നെ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെയുള്ള സ്നേഹമാണ് എപ്പോഴും ഫെയിൽഡായി പോകുന്നത്. അത് തന്നെയാണ് സത്യം. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഒരു സ്നേഹം, ആദ്യത്തെ സ്നേഹം ഫെയിൽഡായി കഴിഞ്ഞാൽ വീണ്ടും അതിതീവ്രതയോടുകൂടി നമ്മൾ ഒന്നുകൂടി പരിശ്രമിച്ച് നോക്കും, അവരെ ഒന്നുകൂടി നമ്മൾ സ്നേഹിച്ചു നോക്കും. അപ്പോഴും ഇവിടെ എന്താ സംഭവിക്കണേ? അപ്പോഴും ഫെയിൽഡ് ആവുകയാണ് തന്നെ ചെയ്യുന്നത്. കാരണം എന്താണ്? അപ്പോഴും നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അവിടെ വളരെയധികം ഒരുപക്ഷെ ഡീജനറേറ്റഡ് ആയി കിടക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മൾ അവരെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്നേഹം രണ്ടാമതും ഫെയിൽഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് സെൽഫ് ലവ് എന്നുള്ളത്. സെൽഫ് ലവ് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ചില ആളുകളുണ്ട്, അവർ സെൽഫ് ലവും പ്രാക്ടീസ് ചെയ്യും, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളുകളുമുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു പോവുകയാണ്. അവർ അവരുടെ കരിയറിന് ഇമ്പോർട്ടൻ്റ് നൽകും, മണി സേവ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് നൽകും, ആ സ്നേഹിക്കുന്ന വ്യക്തിയെ അവർ സ്നേഹിക്കുകയും ചെയ്യും. അതുപോലെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം അവർ അവരുടെ ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്യും. അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാമുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ പ്രണയമായാലും ഏത് റിലേഷൻഷിപ്പായാലും സക്സസ് ആവുകയുള്ളൂ. താങ്ക് യു.